മുതഅല്ലിമീങ്ങളൊക്കെ മുമ്പ് ധാരാളം സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ച് പഠിക്കാറുണ്ട്. വേറൊരു ദിവസം തവസ്സുലാണ്, വേറൊരു ദിവസം ഇസ്തിഗാസയാണ്, മറ്റൊരു ദിവസം കറാമത്താണ്, മുഅ്ജിസത്താണ്. ഇപ്പൊ സാഹിത്യ സമാജത്തിൽ പ്രസംഗിക്കുന്ന കുട്ടികളും അവർക്ക് പറയാനുള്ളത് ഗുജറാത്താണ്, കാശ്മീറാണ്, ചന്ദ്രയാനാണ്. അതുപോലെ തന്നെ അവർക്കും പറയാനുള്ളത് ആധുനിക ഉപകരണങ്ങളെ കുറിച്ചാണ്, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തവസ്സുല് പിന്നെ ആര് പഠിക്കും? നമ്മുടെ ഇസ്തിഗാസ ആര് പഠിക്കും? കറാമത്തിനെ കുറിച്ച് ആര് പ്രസംഗിച്ചു പഠിക്കും? ആര് മുഅ്ജിസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും? എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നിങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ സാഹിത്യ സമാജത്തിലാണെങ്കിലും അല്ലാത്ത സ്ഥലത്താണെങ്കിലും ദീനിയായ മൗദൂഅകൾ, ദീനിയായ ചർച്ചകളിൽ നിങ്ങൾ പ്രസംഗിച്ച് പഠിക്കണം, നന്നായി പഠിക്കണം. ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കവിടെ മന്ത്രിസഭയുണ്ടായിരുന്നു, ഞാൻ പ്രധാനമന്ത്രിയായിരുന്നു. വിഷയം എന്താണ്? വിഷയം സ്ത്രീധനം ഹറാമാണോ അല്ലേ? അതാ വിഷയം. അല്ലാതെ പാലം കെട്ടേണ്ടത് എവിടെയാണെന്നല്ല, ഏത് ആക്ടാണ് കൊണ്ടുവരേണ്ടതെന്നല്ല. ഞങ്ങളെന്ന മന്ത്രിസഭയിലെ വിഷയം സ്ത്രീധനം ഹറാമാണോ അല്ലേ ഒരു വിഷയമാണ്. ഞാനാണ് അവസാനം മറുപടി പറയേണ്ടത്. പഠിക്കാൻ ഞാൻ പല ആലിമീങ്ങളെയും സന്ദർശിച്ചിട്ടുണ്ട്, പലരെയും കണ്ടിട്ടുണ്ട്, അതിന് മടി തോന്നിയിട്ടില്ല. മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, സമയം നമ്മുടെ ടെലിഫോണിലായി പോകരുത്, വാട്സപ്പിലായി പോകരുത്. നമ്മുടെ ഇൽമിന്റെ വിഷയത്തിൽ തന്നെ നമ്മുടെ സമയം ചെലവഴിക്കണം. അവിടെയാ കുണ്ടൂർ ഉസ്താദിന്റെ പൊരുത്തം, അവിടെയാ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ പൊരുത്തം, അവിടെയാ ഉമർ ഖാദിയുടെ പൊരുത്തം, അവിടെയാ മമ്പർ തങ്ങളെ പൊരുത്തം, അവിടെയാ സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങളെ പൊരുത്തം, അവിടെയാ ഇമാം നവവി തങ്ങളെ പൊരുത്തം. അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇമാം നവവി ഒരുപാട് കിതാബുകളെ തുടക്കത്തിൽ പറഞ്ഞ വാചകമല്ലേ? ഔലിയാക്കളെ നേതാവല്ലേ, ഖുതുബല്ലയോ? സമയം ഇൽമിൽ ചെലവഴിക്കുക, പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അവിടെയാണ് മഹാന്മാരെ പൊരുത്തം. ആ ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മൾ തടീച്ചയുടെ പിന്നാലെ പോകരുത്, ശൈത്താന്റെ പിന്നാലെ പോകരുത്.